ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നലെ ചേച്ചിയുടെ കുടുംബത്തിലുള്ള ഒരു സഹോദരി ആവശ്യപ്പെട്ടതാണ് ഫീറ്റ് പെഡിക്യൂർ ചെയ്യുന്നത് എങ്ങനെ, അതിൻ്റെ ഒരു വീഡിയോ ഇടാവോ എന്ന്. അതായത് കാൽപാദങ്ങൾ സുന്ദരനും സുന്ദരിയാക്കുന്നത് എങ്ങനെയെന്നുള്ളത്. അതിനെക്കുറിച്ചാണ് ഇന്നലെയാണ് ആവശ്യപ്പെട്ടത്. ഇന്ന് ചേച്ചി വീഡിയോ ഇടുക. എൻ്റെ സഹോദരി ഏതിൻ്റെയാണോ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. പാർലറിൽ പോയി ചെയ്യുന്നതാണോ വീട്ടിൽ ചെയ്യുന്നതാണോ എന്നറിയത്തില്ല. ചേച്ചി ഇപ്പോൾ വീട്ടിൽ ചെയ്യുന്നതാണ് പറയുന്നത്. പാർലറിലാണെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി, അത് പറഞ്ഞു തരാം. പിന്നെ ഇത് എങ്ങനെ ചെയ്യുന്നെന്നുള്ള വീഡിയോ എടുക്കാൻ ചേച്ചിക്ക് കഴിയത്തില്ല. കാരണം ചേച്ചി സെൽഫിയാണ് എടുക്കുന്നത്. എനിക്ക് ക്യാമറ കൊണ്ട് എടുത്തു തരാൻ ആരുമില്ല. ചേച്ചി ഒറ്റയ്ക്ക് സെൽഫി എടുക്കും, വീഡിയോ എടുക്കും, നിങ്ങൾക്ക് കിട്ടത്തില്ല. അതാണ് ഇവിടുത്തെ എല്ലാ വീഡിയോ അങ്ങനെ ചേച്ചി എടുക്കുന്നത്. എനിക്ക് സഹായിക്കാൻ ആരും വരത്തില്ല. കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞത്, ഇത് ഞങ്ങളെ ഒന്നും നീ വിളിക്കരുത്, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ തുടങ്ങിക്കോ, നീ സെൽഫി എടുത്തോണം, നീ ഇട്ടോണം, അങ്ങനെയാണ് പറഞ്ഞത്. അതനുസരിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെയും സെൽഫിയാണ് ചേച്ചി എടുക്കുന്നത്. അപ്പോൾ സെൽഫി എടുക്കുന്നിടത്ത് ചേച്ചി വീഡിയോ കാണിക്കാൻ പറ്റത്തില്ലല്ലേ. പക്ഷെ അതിനെക്കാട്ടി രീതിയിൽ ചേച്ചി നല്ലതുപോലെ പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നിങ്ങൾക്ക് അത് നോക്കിയും ചെയ്യാം. അത് എൻ്റെ എല്ലാ വീഡിയോയിലും ചേച്ചി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നല്ലതായിട്ട് എല്ലാം എഴുതാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വീഡിയോയുടെയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാത് വീഡിയോയിൽ പോയി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ സഹോദരി ആവശ്യപ്പെട്ടതുകൊണ്ടും പിന്നെ ബാക്കി എല്ലാവർക്കും ഉപകാരമാകുന്ന രീതിയിലുമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇത് ആഴ്ച തോറും നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാൽപാദങ്ങൾ നല്ല സുന്ദരി പളപളാവും. അതിന് ഗ്യാരണ്ടി ചേച്ചി. അപ്പോൾ കാൽപാദം പൊക്കി കാണിക്കാൻ ചേച്ചിക്ക് പറ്റത്തില്ല. പക്ഷേ എപ്പോഴെങ്കിലും സെൽഫി താത്ത് വെച്ചിട്ട് കാൽപാദം മാത്രം കാണിച്ചാൽ മതി, ചേച്ചി ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചേച്ചി പറയട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മുടെ കാൽപാദങ്ങൾ രണ്ടും ഇറക്കി വെക്കത്തക്ക രീതിയിലുള്ള ഒരു ബേസൺ എടുക്കുക, ഒരു പാത്രം എടുക്കുക. രണ്ട് പാദങ്ങളും അതിൽ മുക്കി വെക്കുന്ന രീതിയിലായിരിക്കണം ബേസൺ, ആ പാത്രം. അതിനകത്ത് നമ്മുടെ കാല് മുക്കി വെക്കുന്ന പാകത്തിൽ ചൂടുവെള്ളം, പൊള്ളുന്ന രീതിയിൽ എടുക്കലും, നമ്മുടെ കാല് എത്രമാത്രം ചൂടായാൽ നമ്മുടെ കാല് അതിനകത്ത് മുക്കി വെക്കാൻ പറ്റുമോ അത്രയും ചൂടിലുള്ള വെള്ളം ആ ബേസണിൽ കൊണ്ടൊഴിക്കുക. എന്നിട്ട് അതിനകത്ത് 1 സ്പൂൺ ഉപ്പ്, 1 രൂപയുടെ ഒരു നമ്മുടെ ക്ലിനിക് ക്ലിയർ ഷാമ്പു ഇല്ല, 1 രൂപയ്ക്കൊക്കെ നമ്മൾ വാങ്ങുമല്ലോ കടയിൽ നിന്ന്, അതിൻ്റെ 1 കവർ ഷാമ്പു. അതുകൂടാതെ 1 നാരങ്ങ മുറിച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കണം. അതുകൂടാതെ ആ വെള്ളത്തിന് കുറച്ച് മണമൊക്കെ വരാൻ വേണ്ടിയിട്ട് റോസിൻ്റെ പെറ്റൽസ്, റോസിൻ്റെ ഇതളുകൾ ഉണ്ടെങ്കിൽ അത് കുറച്ച് വിതറി അതിനകത്തിടാം. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ വെള്ളം നല്ലതുപോലെ നമ്മൾ കലക്കിയിട്ട് നമ്മുടെ 2 പാദങ്ങളും അതിനകത്ത് മുക്കി വയ്ക്കണം. ഈ പൊടിയുപ്പ് എടുക്കുന്നിടത്ത് പകരം കല്ലുപ്പ് എടുക്കാം കേട്ടോ. അങ്ങനെ നിങ്ങൾ 10-15 മിനിറ്റ് അതേ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലിൻ്റെ നഖം ഉണ്ടല്ലോ, ആ നഖത്തിൽ ഈ നമ്മുടെ ബ്രഷ്, പല്ല് തേക്കുന്ന ബ്രഷ്, ആ ബ്രഷും അതിനകത്ത് കോൾഗേറ്റ്, നമ്മൾ പല്ല് തേക്കുന്ന പേസ്റ്റ്, ആ പേസ്റ്റ് കൂടെ വെച്ചിട്ട് ആ ബ്രഷിനകത്ത് ആ പേസ്റ്റ് വെച്ചതിന് ശേഷം നമ്മുടെ ഓരോ നഖരവും ഇതുപോലെ ഉരച്ച് വൃത്തിയാക്കണം. എന്നിട്ട് ബാക്കി വരുന്ന ആ ബ്രഷിനകത്തിരിക്കുന്ന പേസ്റ്റ് നമ്മുടെ ആ കാൽപാദങ്ങളിൽ ഇങ്ങനെ വെച്ച് തേക്കാം. അത് നല്ല സുന്ദരനും ആവും. അപ്പോൾ പേസ്റ്റും ബ്രഷും എടുത്തിട്ട് നഖങ്ങൾ ക്ലീൻ ചെയ്യണം. ബാക്കി വരുന്നത് നമ്മുടെ പാദത്തിൽ നമുക്ക് തേക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം നല്ലതായിട്ട് ഒപ്പിയെടുക്കണം. ഈ വെള്ളത്തിൽ വെച്ചതിന് ശേഷം നമ്മളത് നല്ലതുപോലെ നമ്മുടെ കാൽപാദം തുടച്ചെടുത്തതിന് ശേഷം ഒരു സ്ക്രബ്ബർ ഉണ്ടാക്കണം. അത് അരിപ്പൊടി ആവാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാപ്പിപ്പൊടി എടുക്കാം. ഒരു ബൗളിനകത്ത് കാപ്പിപ്പൊടി, പഞ്ചസാര, കുറച്ച് ഉപ്പ്, ഇച്ചിരി ഒരു ശകലം ഓയിൽ, വെളിച്ചെണ്ണ, അതുകൂടെ ചാലിച്ചിട്ട് നമുക്ക് ആ പാദത്തിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ സ്ക്രബ് ചെയ്യാം. ഇങ്ങനെ ഉരച്ച് അതിൻ്റെ മേളിലുള്ള ഇങ്ങനെ പൊരിഞ്ഞൊക്കെ ഇരിക്കുന്ന തോല് പോകാനത്. ആ കാപ്പിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി എടുക്കാം. കാപ്പിപ്പൊടി വേണ്ടാത്തവർക്ക് അരിപ്പൊടിയാക്കാം. രണ്ടും ചെയ്യാം. നല്ല ബെനിഫിറ്റ് കിട്ടും. ഒന്നീ കാപ്പിപ്പൊടിയും ഉപ്പും, പിന്നെന്തോ പറഞ്ഞു ചേച്ചി, തൈര്, കാപ്പിപ്പൊടി, തൈര്, ഉപ്പ്, ഇതെടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ കാൽപാദം എടുത്തിട്ട് ഇതുപോലെ ഉരയ്ക്കണം.
അപ്പോൾ കയ്യെ കാണിക്കുന്നത്, കാൽപാദം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നല്ലോട്ട് ഉരയ്ക്കുമ്പോൾ നമ്മുടെ മേലിലുള്ള ഈ പൊരിഞ്ഞിരിക്കുന്ന തോലെല്ലാം അങ്ങ് പോവും. അതല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടി, കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതും എടുത്തിട്ട് നമുക്കങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ രണ്ടിലേത് വേണോ അത് ഉപയോഗിക്കാം. അതിനുശേഷം നല്ലതായിട്ട് കഴുകി കളയണം. ആ ഉരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈയും കൊണ്ട് ഉരയ്ക്കാതെ നമ്മൾ പിഴിഞ്ഞ നാരങ്ങയുടെ തോടുണ്ടല്ലേ, ആ തോട് വെച്ച് മുക്കിയിട്ട് നമുക്കിങ്ങനെ ഉരയ്ക്കാം. അതാ നല്ലത്. അങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ ആ കാല് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ, ഒന്നീ അലോവേരയുടെ ആവാം അല്ലെങ്കിൽ ഡൗവിൻ്റെ ആവാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസർ തേച്ച് അങ്ങനെ അങ്ങ് വിട്ടാൽ മതി. നല്ല രസമായിരിക്കും. അതുപോലെ ആഴിച്ചോറും ചെയ്യണം. ആഴിച്ചോറും ചെയ്യാമെങ്കിൽ ഗ്യാരൻറ്റി നിങ്ങളുടെ പാദം സുന്ദരനും സുന്ദരിയാവും. ഒന്നുകൂടെ പറയണോ ചേച്ചി? ഡൗട്ടുണ്ടെങ്കിൽ ചേച്ചി അത് എഴുതിയേക്കാം. അത് നോക്കി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ബൈ, പോയിട്ട് വരാം.